നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 013/2024 ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റ സംഖ്യ അല്ലാത്തത് ഏത്? ഇപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 15^5, 15^5 +5, 15^5 +5 എക്സ്പൊണൻറ്റിൽ തന്നെ രണ്ടും വരുന്നത്, പിന്നെ 15^5 -5. അപ്പോൾ 15^5 എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. കാരണം 15 എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്ത് പോയാലും നമുക്കറിയാം, എത്ര പോയാലും ഇതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് 5 തന്നെ ആയിരിക്കും വരുന്നത്. കാരണം 5 × 5 ആ ഒറ്റയുടെ സ്ഥാനത്ത് 5 തന്നെ ആയിരിക്കും വരുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. ഇനി 15^5 +5 എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് എന്തായാലും ഒരു ഒറ്റ സംഖ്യ തന്നെ, 5ൽ അവസാനിക്കുന്ന ഒരു ഒറ്റ സംഖ്യ തന്നെ ആയിരിക്കും. അതിൻ്റെ കൂടെ ഒരു 5ഉം കൂടെ കൂട്ടുമ്പോൾ അത് 0-ലായിരിക്കും അവസാനിക്കുക. ഇപ്പം 15ൻ്റെ കൂടെ നമ്മൾ ഒരു 5 കൂട്ടിയാൽ 20, ഒരു 0-ലല്ലേ അവസാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഇതൊരു 0-ലായിരിക്കും അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇരട്ട സംഖ്യ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചോദ്യം തന്നെ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഒറ്റ സംഖ്യ അല്ലാത്തത്. അപ്പോൾ ഇത് ഒറ്റ സംഖ്യ അല്ല. ഇനി മറ്റേ രണ്ടും നമുക്ക് നോക്കാം. 15^5 +5 എക്സ്പൊണൻറ്റിൽ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ 15^10 അതും എന്താണ്? എങ്ങനെ പോയാലും ഇതും ഒരു ഒറ്റ സംഖ്യ തന്നെ ആവുള്ളൂ. അവസാനിക്കുന്നത് ഒരു 5ൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ഒറ്റ സംഖ്യയായിരിക്കും. ഇനി 15^5 -5 എന്ന് പറഞ്ഞാൽ 15^0, അതായത് 1, അതും ഒരു ഒറ്റ സംഖ്യ തന്നെയാണ്. അപ്പോൾ ഉത്തരം 15^5 +5, ഓപ്ഷൻ ബി. അടുത്തത് ഓപ്ഷൻ ബി, 15^5 +5. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 154² വില കണ്ടുപിടിക്കുന്നതിന് 153² വിലയോട് എത്ര കൂട്ടണം? 154² ഇതിൻ്റെ വില കണ്ടുപിടിക്കുന്നതിന് 153² വിലയോട് എത്ര, ഒരു എക്സ് കൂട്ടണം എന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്താൽ x = 154² - 153² എന്ന് എഴുതാം. ഇതെന്ന് പറഞ്ഞാൽ a² - b² ഫോമിലാണ് കിടക്കുന്നത്. a² - b² എന്ന് പറഞ്ഞാൽ a + b × a - b. ഇത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇവിടെ a + b എന്ന് പറയുമ്പോൾ 154 + 153 × 154 - 153, അതായത് 154 + 153 × 1. ഇത് തന്നെയാണ് ഓപ്ഷനിൽ നമുക്ക് 153 + 154 എന്നാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. ഇതിനെ തന്നെ തിരിച്ചെഴുതിയത് a + b = b + a. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ. അപ്പോൾ 153 + 154 ആണ് ഉത്തരം. ഓപ്ഷൻ ബി, 153 + 154. ഇനി അടുത്ത ചോദ്യം, ഷാജി ഒരു നോവലിൻ്റെ 2/9 ഭാഗം ശനിയാഴ്ച വായിച്ചു. ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം, അവിടെ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളതിൻ്റെ 1/3 ഭാഗം ഞായറാഴ്ചയും വായിച്ചു. ബാക്കിയുള്ള 160 പേജ് തിങ്കളാഴ്ചയും വായിച്ചു. നോവലിൽ എത്ര പേജ് ഉണ്ട്? അപ്പോൾ ഇത് ഇവിടെ ഈ മാർക്ക് ചെയ്തേക്കുന്ന ആൻസേഴ്സ് പ്രൊവിഷണൽ ആൻസർക്ക് ഞാൻ ഡിസ്കസ് ചെയ്തപ്പോൾ മാർക്ക് ചെയ്തതാണ്. പക്ഷെ നമുക്ക് സോൾവ് ചെയ്യുമ്പം ഈ ഉത്തരം വരില്ല. ഇത് നമ്മൾ എക്സ് ഒക്കെ ഇട്ട് സോൾവ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എളുപ്പം നമുക്ക് സാധിക്കുന്നത് ഈ ഓപ്ഷൻസിൽ നിന്ന് തന്നെ ഡയറക്റ്റായിട്ട് പോകും. പക്ഷേ ഓപ്ഷനിൽ നിന്ന് പോകുമ്പോൾ നമുക്ക് ഇതിനകത്തെ ഉത്തരം കിട്ടുന്നില്ല. ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇത് ഓപ്ഷനിൽ നിന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് എളുപ്പമാണ്. അപ്പോൾ ഓപ്ഷൻ എ
കൊടുത്തിരിക്കുന്നത് 540, ഓപ്ഷൻ ബി 360, ഓപ്ഷൻ സി 216, ഓപ്ഷൻ ഡി 284. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആയ 540ൻ്റെ 2/9 ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി ഇത് നമുക്ക് എളുപ്പമായിട്ട് 9 ഇത് കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 60, 120 പേജ് ശനിയാഴ്ച വായിച്ചു. ഇനി ബാക്കിയുള്ളതിൻ്റെ, അപ്പോൾ ഈ 540 നിന്നും 120 കുറയ്ക്കുക, അപ്പം 420 പേജ്. അതിൻ്റെ 1/3 ഭാഗമാണ് ഞായറാഴ്ച വായിച്ചത്, അതായത് 140. പിന്നെ ഇനി ബാക്കി 120 എന്ന് പറയുന്നു. അപ്പോൾ ബാക്കി 160 എന്ന് പറയുന്നു. അപ്പോൾ 120ഉം 140ഉം 160ഉം കൂടെ കൂട്ടിയാൽ 420 വരുന്നുള്ളൂ. അപ്പോൾ ഈ 540 എന്ന വാല്യൂ ഇടുമ്പോൾ നമുക്ക് ഈ പറഞ്ഞേക്കുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നില്ല. ഇനി 360 നോക്കുന്നതെങ്കിലും എക്സിറ്റ് സോൾവ് ചെയ്യുമ്പോഴും ഇത്രയും സമയം തന്നെ ഇത് പെട്ടെന്ന് ഈ രീതി ചെയ്ത്. ഇപ്പോൾ അതിൻ്റെ 2/9 ഭാഗം എന്ന് പറയുമ്പോൾ 40, അതിൻ്റെ 80 പേജ് വായിച്ചു. ഇനി അതിൻ്റെ ഈ 360 - 80 മറക്കരുത്, 280 പേജ് ബാക്കി. അതിൻ്റെ 1/3 ഭാഗം. അതിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഡെസിമൽ സംഖ്യയൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡെസിമൽ സംഖ്യയും പിന്നെ 160ഉം ഒക്കെ കൂടെ കൂട്ടുമ്പം തന്നെ ഈ പറയുന്ന പോലെ 360 വരില്ല. അപ്പോൾ നമുക്ക് ആ കണക്ക് കൂട്ടലും കുറയ്ക്കലും വേഗം ചെയ്ത് ഇപ്പം 93 പോയിൻ്റ് എന്നൊക്കെ ഇവിടെ വരും. 93 പോയിൻ്റ് അങ്ങനെയൊക്കെ വന്ന് അതിൽ നിന്ന് കുറച്ച്, അപ്പോൾ ഇത് ആകാൻ ഒരു സാധ്യതയും ഇല്ല. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി 160ഉം 90ഉം 80ഉം കൂടെ കൂട്ടുമ്പോൾ ഈ 360 വരില്ല. അപ്പോൾ ഈ ഓപ്ഷനും സാധിക്കില്ല. അതുപോലെ തന്നെ 216 എടുക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ 216ൻ്റെ 2/9 എന്ന് പറയുമ്പോൾ 9, 2, 24, 48. ഇനി 216 നിന്നും 48 പോയാൽ 168 വരുന്നു. ഇനി 168ൻ്റെ 1/3 ഭാഗമായ കട്ട് ചെയ്യുമ്പോൾ 56. ഇനി ഈ 56ഉം 48ഉം ബാക്കി 160 ഇത് കൂട്ടി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതും 216 ആകെ കൂടെ കൂട്ടുമ്പോൾ 216 വരില്ല. ഇനി 284ൻ്റെ 2/9 ഭാഗം എടുത്താൽ ഇവിടെ 2/9 ഇത് തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുന്നില്ല. 9 ഇത് തന്നെ ഒരു ദശാംശം സംഖ്യയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും കൂട്ടി നോക്കിയാൽ ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് കിട്ടില്ല. ഇനി എക്സിറ്റ് നോക്കുമ്പോഴും സെയിം തന്നെ. ഒരുപക്ഷെ ഓപ്ഷനിൽ ആദ്യത്തെ 2-3 ഓപ്ഷനും കിട്ടാതെ വരുമ്പോൾ നമുക്ക് തോന്നും എക്സ് വാല്യൂ ഇടുന്നതല്ലേ കുറച്ചും കൂടി എളുപ്പമാണ്. എക്സ് വാല്യൂ ഇട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിയിൽ ചെയ്ത് നോക്കുമ്പോഴും നമുക്കിത് ഒരു ഉത്തരം, ഒരു ഹോൾ നമ്പറായിട്ടൊരു ഉത്തരം, ഇതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഉത്തരം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യുമെന്ന് കരുതുന്നു. ഇനി അടുത്ത ചോദ്യം, 12.5% പകുതിയുടെ ദശാംശ രൂപം എഴുതുക. 12.5% എന്ന് പറയുമ്പോൾ ഇതിനെ തന്നെ 25/2%. ദാറ്റ് ഈസ് ഈക്വൽ ടു 25/2 ഇൻറ്റു 1/100 ഈക്വൽ ടു 25/200. ഇനി ഇതിൻ്റെ പകുതിയുടെ 12.5%-ൻ്റെ പകുതിയുടെ ദശാംശ രൂപം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 25/200 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിത് ക്യാൻസൽ ചെയ്യും, 1/8 എന്ന് വരും. അപ്പോൾ 1/8ൻ്റെ പകുതി ഈക്വൽ ടു 1/16. ഇനി ഇതിൻ്റെ ദശാംശ രൂപം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദശാംശ രൂപം 1നെ 16 കൊണ്ട് ഹരിക്കുക. അപ്പം 0, ഇവിടെ ഒരു 0 ഇടുന്നു, പോകില്ല. അപ്പോൾ വീണ്ടും ഇവിടെ ഒരു 0 ഇടുന്നു, ഒരു 0 കൂടെ ഇവിടെ ഇടുന്നു. 16 × 6 96, 4
0 വീണ്ടും ഇടുന്നു. 16 × 2 32, 8 0, 16 × 5 80. അപ്പോൾ ദശാംശ രൂപത്തിൽ എഴുതുമ്പോൾ 0.0625 ഇതാണ് ഉത്തരം. 12.5% പകുതിയുടെ ദശാംശം. ഓപ്ഷൻ എ 0.0625. അടുത്ത ചോദ്യം 9/0.9 × 9/0.9. അപ്പോൾ ഇത് എളുപ്പം തന്നെ നമുക്ക് ഉത്തരം എഴുതാവുന്നതാണ്. 9/0.9 × 9/0.9. അപ്പോൾ ഇവിടെ 9/0.9 എന്ന് പറഞ്ഞാൽ എന്താകുകയും 9/10 ആണ്. ഇതും 9/0.9 എന്ന് പറഞ്ഞാൽ 9/10 തന്നെയാണ്. അപ്പോൾ 9/9 ഈ 10 മുകളിലേക്ക് പോകുന്നു. ഇവിടെയും 9/9 ഈ /10 എന്നുള്ളത് മുകളിലേക്ക് പോകുന്നു. രണ്ടിടത്തും ഇത് ക്യാൻസൽ ചെയ്യുന്നു. 10 × 10 100. ഇനി ഇത്രയും പോകണ്ട, ദശാംശ രീതിയിൽ തന്നെ നോക്കിയാൽ മതി. 0.9 × 10 ആണ് 9. ദശാംശ രീതിയിൽ തന്നെ ചെയ്താലും അപ്പോൾ ഇവിടെ രണ്ടിടത്തും ക്യാൻസൽ ചെയ്ത് 10 എന്നത് 10 × 10 100. ഒന്നുകിൽ ദശാംശ രൂപത്തിൽ തന്നെ ഇട്ട് എഴുതാം, അല്ലെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ആക്കിയിട്ടും ചെയ്യാം. ഉത്തരം 100 ആണ് ഉത്തരം. ഓപ്ഷൻ സി. അടുത്ത ചോദ്യം തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60 എങ്കിൽ അതിലെ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? അപ്പോൾ തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളാണ്. ഇപ്പം സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ഈ രീതിയിൽ പോകുന്ന സംഖ്യകളാണ്. ഇങ്ങനെ 5 ഇരട്ട സംഖ്യകളാണുള്ളത്. അതിൻ്റെ ശരാശരി എന്ന് പറയുന്നത് ഈ മിഡിൽ ടേം ആയിരിക്കും. അപ്പോൾ തുടർച്ചയായ 5 ഇരട്ട സംഖ്യകളുടെ ശരാശരി 60. ഇതായിരിക്കും 60. ഇത് 60 ആണെങ്കിൽ ഇത് 58, 56, ഇങ്ങോട്ട് 62, 64. അപ്പോൾ ഏറ്റവും ചെറിയ സംഖ്യ 56 ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യ. ഉത്തരം ഓപ്ഷൻ എ 56. അടുത്ത ചോദ്യം ഒരു കുട്ടിയുടെയും പിതാവിൻ്റെയും വയസ്സുകളുടെ തുക 156ഉം അംശബന്ധം 5:7 ആണ് എങ്കിൽ പിതാവിൻ്റെ വയസ്സ് കുട്ടിയുടെ വയസ്സിനേക്കാൾ എത്ര കൂടുതൽ ആണ്? അപ്പോൾ ഇവിടെ വയസ്സിൻ്റെ തുക 156ഉം 5:7 അംശബന്ധത്തിലാണ് അവരുടെ വയസ്സുകൾ എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5x + 7x എന്ന് പറയുന്നത് ആണ് 156. ഒരു കോൺസ്റ്റൻ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് രണ്ടും കൂടെ കൂട്ടുന്നു. അപ്പോൾ 12x എന്ന് പറയുന്നത് 156, x 13 എന്ന് കിട്ടുന്നു. അപ്പോൾ മകൻ്റെ വയസ്സെന്ന് പറയുന്നത് 13 × x, 13 × x അതായത് 13 × 5 65. അച്ഛൻ്റെ വയസ്സെന്ന് പറയുന്നത് 7 × x അതായത് 7 × 13 തിരിച്ചെഴുതുന്നുള്ളൂ 91. ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. 91 - 65 26. ഇവരുടെ വയസ്സിൻ്റെ വ്യത്യാസം അതാണ് ചോദ്യം. അപ്പോൾ വ്യത്യാസം 26. ഓപ്ഷൻ ബി 26. അടുത്ത ചോദ്യം വീട്ടിൽ നിന്നും രാമു 3 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ സ്കൂളിലെത്താൻ 25 മിനിറ്റ് വൈകും. 4 km/h വേഗതയിൽ സഞ്ചരിച്ചാൽ 15 മിനിറ്റ് നേരത്തെ സ്കൂളിലെത്തും എങ്കിൽ രാമുവിൻ്റെ വീട്ടിൽ നിന്നും സ്കൂൾ എത്ര അകലെയാണ്? ഇപ്പോൾ ഒരു 9 മണിക്കാണ് പോകേണ്ടതെങ്കിൽ 3 km/h വേഗതയിൽ പോയാൽ 9:25 ആകും. 4 km/h വേഗതയിൽ പോയാൽ 8:45 തന്നെ എത്തും. അപ്പോൾ ഈ സമയവ്യത്യാസം എത്രയാണ്? ഇത് മുതൽ ഇതുവരെയുള്ളത് സമയവ്യത്യാസം എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ. ഇത് ചോദ്യമായിട്ട് ബന്ധമില്ല. ആ സമയവ്യത്യാസം എന്ന് പറയുന്നത്
അതുകൊണ്ട് തന്നെ ഈ 15ഉം 25ഉം കൂടി ചേർന്ന് 40 മിനിറ്റാണ് സമയ വ്യത്യാസം. ദൂരം നമുക്ക് അറിയില്ല. ദൂരം എന്ന് പറയുന്നത് എപ്പോഴും സെയിം ഒരു എക്സ് ആണ്. അപ്പോൾ 3 കിലോമീറ്റർ പെർ വേഗതയിലാണ് പോകുന്നതെങ്കിൽ എടുക്കുന്ന സമയം x/3 ആയിരിക്കും. ദൂരം ബൈ സ്പീഡ്. അതും ഇനി 4 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണെങ്കിൽ x/4 ആയിരിക്കും. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ 40 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40/60 അവറിലേക്ക് ആക്കുക. ഇത് ബൈ 60 ഇട്ടേക്കുന്നത് മണിക്കൂറിലേക്ക് ആക്കാം. 40 മിനിറ്റ് ആണല്ലോ, അപ്പോൾ അത് നമുക്ക് മണിക്കൂറിലേക്ക് ആക്കണം. അപ്പോൾ x/3 മൈനസ് x/4 എന്ന് പറയുന്നതാണ് 40/60. ഇനി LCM എടുക്കുക. 12 ഇവിടെ LCMൻ്റെ സ്റ്റെപ്പും കൂടെ ഒന്ന് കാണിക്കുന്നതാണ്. 40/60 അതായത് x/12 എന്ന് പറയുന്നതായിരിക്കും 40/60. അപ്പോൾ x എന്ന് പറയുന്നത് 12 × 40/60. 0 2 പോകുന്നു 2. 8 കിലോമീറ്ററാണ് ദൂരം. ഓപ്ഷൻ സി 8. അടുത്ത ചോദ്യം 5821-ൽ എത്ര നൂറുകളുണ്ട്? 5821 ഇതാണ് 100ൻ്റെ സ്ഥാനം. അപ്പം ഇവിടെ 8, കാരണം 8 × 100 ചെയ്യുമ്പോഴാണല്ലോ 800 ആകുന്നത്. ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ൻ്റെത്. 2 × 10 അവിടെയാണ് 20. 5821. അപ്പം 8 നൂറുണ്ട്. ഇനി ഇതെടുത്താൽ 5 × 1000 എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്, അതിലും നൂറുകളുണ്ട്. 50 × 100. 5000 എന്ന് പറയുമ്പോൾ 50 × 100. അപ്പം ഇവിടെ ഈ 50ഉം ഈ 8ഉം കൂടി കൂട്ടുക. 58 നൂറുകളാണ് ഉള്ളത്. 58. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 2500 രൂപ വിലയുള്ള ഒരു വാച്ച് 10% ഡിസ്കൗണ്ട് അനുവദിച്ച് വിറ്റപ്പോൾ 20% ലാഭം കിട്ടി. എന്നാൽ വാങ്ങിയ വില എത്ര? 2500-ൽ 10%, അതാണ് മാർക്ക്ഡ് പ്രൈസ്. അത് 10% ഡിസ്കൗണ്ട് കൊടുത്ത് വിട്ടു, അതായത് അതിൻ്റെ 90%. അപ്പം 2250 രൂപ. ഇതെന്ന് പറയുന്നത് ലാഭമാണ്. ഈ 2200 എന്ന് പറയുന്നത് നമുക്ക് ലാഭമായിട്ടാണ് വന്നിരിക്കുന്നത്. എത്രയാണ്? വാങ്ങിയ വിലയുടെ 20%. അപ്പോൾ ഈ 2250 എന്ന് പറയുന്നത് വാങ്ങിയ വില നമുക്ക് അറിയില്ല, എക്സ് ആണെന്ന് വയ്ക്കുക. അതിൻ്റെ 120/100 ആണ്. 20%. ആ വാങ്ങിയ വിലയുടെ 20% ലാഭം എന്ന് പറയുന്നത് x × 120. ഇതാണ് വാങ്ങിയ വില. എക്സ് എന്ന് ഞാനിവിടെ കാണിച്ചേക്കുന്നതാണ് വാങ്ങിയ വില. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 2250 × 100/. ഇത് എളുപ്പം ചെയ്യാവുന്ന കാൽക്കുലേഷൻ, എന്നാലും ഞാൻ എല്ലാത്തിലും ഈ സ്റ്റെപ്പ് കാണിക്കുന്നതേ ഉള്ളൂ. 12 6 1875 1875 വാങ്ങിയ വില. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ. അറിയാലോ, 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 5 മീറ്ററിൻ്റെ എത്ര ശതമാനമാണ് 75 സെൻറ്റിമീറ്റർ? അപ്പോൾ ഈ 500ൻ്റെ എത്ര ശതമാനമാണ് 75? അതാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നത് 75 × 100/75.
500 ക്യാൻസൽ ചെയ്യുന്നു. 15% 75 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഉത്തരം ഓപ്ഷൻ സി 15%. അടുത്ത ചോദ്യം, 10 ആളുകളുടെ ശരാശരി വയസ്സ് 36. ഒരേ പ്രായമുള്ള 2 പേര് കൂടി ഇവരോട് ചേർന്നപ്പോൾ ശരാശരി വയസ്സ് 38 ആയി. എന്നാൽ പുതുതായി വന്നവരുടെ വയസ്സ് എത്ര? അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ആണല്ലോ എക്സാമിന് കൂടുതൽ ഈസി. ഷോർട്ട് കട്ടിൽ കൂടെ പോയാൽ ആദ്യ ശരാശരി, അതിൻ്റെ കൂടെ കൂട്ടണം ആകെ എത്ര എണ്ണമുണ്ടോ, ആകെയുള്ള എണ്ണം. ഷോർട്ട് കട്ട് യൂസ് ചെയ്താൽ അതായിരിക്കും എളുപ്പം. ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ അതാണ് നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുക. അല്ലാത്ത വഴിയും പറയാം. ആദ്യ ശരാശരിയുടെ കൂടെ ആകെ എണ്ണവും ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസവും കൂടി കൂട്ടുക. അപ്പോൾ ആദ്യ ശരാശരി 36 പ്ലസ് ഇപ്പോൾ ആകെ എണ്ണം 12 ആയി. 12 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ആണ്. 38 മൈനസ് 36 അതാണ് ശരാശരിയിലെ വ്യത്യാസം. അപ്പോൾ 36 പ്ലസ് അപ്പോൾ ഒരേ പ്രായമുള്ള 2 പേരാണ് ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആകെ വന്ന വ്യത്യാസമാണ് 2. അപ്പോൾ ഇവിടെ 1, ഒരാളുടെ വയസ്സ് കൊണ്ട് 1 ആയിരിക്കും വ്യത്യാസം. അപ്പോൾ 36 പ്ലസ് 12 48. അപ്പോൾ ഇവിടെ ഇത് എടുക്കുമ്പോൾ ഈ ഷോർട്ട് കട്ട് ഫോർമുല ഓർത്ത് വെച്ചാൽ എടുക്കും. പക്ഷേ അതും ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. ശരാശരിയിലെ വ്യത്യാസം ഇവിടെ ഒരേ പ്രായമുള്ള 2 പേരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് വ്യത്യാസം 2. അപ്പോൾ ഒരാൾ കൊണ്ടുവരുന്ന വ്യത്യാസം 1. 36 പ്ലസ് 12 ഇൻറ്റു 1 ഇല്ല എങ്കിൽ ഇപ്പോൾ ആകെ തുക 10 പേരുടെ ശരാശരി 36 ആണെങ്കിൽ ആകെ വയസ്സെന്ന് പറയുന്നത് 360. ഇനി 12 പേര് വന്നപ്പോഴേക്കും ശരാശരി 38 ആയി. അപ്പോൾ 38 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ അത് ഇതിനെ തന്നെ നമുക്ക് 38 ഇൻറ്റു 10 പ്ലസ് 2 ഈസി ആയിട്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ 380 38ൻ്റെ 2 76. ഈ രീതിയിൽ പോയാലും ഫോർമുല ഒന്നും ഓർത്ത് വയ്ക്കാതെ തന്നെ എഴുതാം. 456. ഇനി ഇപ്പോൾ 2 പേരും കൂടി വന്നപ്പോൾ ആകെ വയസ്സിലുണ്ടായ വ്യത്യാസം 456 മൈനസ് 360. 96. 2 പേര് ചേർന്നപ്പോഴാണ് 96. അവരുടെ തുല്യമായ പ്രായമാണ്. അപ്പോൾ 96/2 48. അപ്പോൾ ഈ ഫോർമുലകളൊന്നും ഓർത്ത് വയ്ക്കേണ്ട. ഈ മൾട്ടിപ്ലിക്കേഷനും ഈ രീതിയിലുള്ള ഇതും ഫാസ്റ്റായിട്ട് ചെയ്യുമെങ്കിൽ ഇതും എളുപ്പം തന്നെയാണ്. 48 ഉത്തരം കിട്ടുന്നു. അടുത്ത ചോദ്യം, 32 raised to minus 1/5 minus 27 raised to minus 2/3. 32 raised to minus 1/5 മൈനസ് 27 raised to ഈ ടൈപ്പ് ധാരാളം ചോദ്യപേപ്പറിൽ കാണുന്നത് തന്നെയാണ്. മൈനസ് 2/3. ഇവിടെ ഒരു റീഅറേഞ്ച്മെൻറ്റ് ചെയ്യുക. 32 എന്നുള്ളതിന് 2 raised to 5 ഇൻറ്റു raised to minus 1/5 മൈനസ് 27 3 cube. 3 cube raised to minus 2/3 ഇങ്ങനെ എഴുതാം. ഇനി ഇവിടെ a raised to m the whole raised to n എന്ന് പറയുന്നത് a raised to mn ആണ്. അപ്പോൾ ഇവിടെ 2 raised to 5 ഇൻറ്റു മൈനസ് 1/5 എന്ന് വരും. ഇവിടെ 3 raised to 3 ഇൻറ്റു മൈനസ് 2/3. ഇത് പവറിലാണ് നിൽക്കുന്നത്. അപ്പോൾ 2 raised to 5 ഇൻറ്റു മൈനസ് 1/5 എന്ന് പറയുമ്പോൾ 2 raised to 1 ആകുന്നു. 2 raised to 1 മൈനസ് 3 raised to minus 2. 2 raised to minus 1 എന്ന് പറയുന്നതാണ് 1/2 മൈനസ് 3 raised to minus 2 എന്ന് പറഞ്ഞാൽ 1/3 സ്ക്വയർ. അപ്പോൾ 1/2 മൈനസ് 1/9. 2ൻ്റെ 9ൻ്റെ LCM എടുത്താൽ 18. ഇനി
ഇവിടെ 9 മൈനസ് 2 7/18. 7/18 ആണ് ഉത്തരം. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ് ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാകത്തക്ക വിധത്തിൽ 124 രൂപ എക്കും ബിക്കും വീതിച്ചു നൽകിയാൽ എക്ക് കിട്ടുന്നത് എത്ര? അപ്പോൾ എക്ക് കിട്ടുന്ന തുകയുടെ 4 മടങ്ങ്, നമുക്ക് ഡയറക്റ്റ് മാത്തമാറ്റിക്കലായിട്ട് തന്നെ എക്ക് കിട്ടുന്ന തുക എ ആണെങ്കിൽ അതിൻ്റെ 4 മടങ്ങ് എന്ന് പറയുന്നത് ബിക്ക് കിട്ടുന്ന തുക ബി എന്ന് വെക്കുക. എക്സ് വൈ കൂടാതെ ബി എന്ന് തന്നെ വെക്കുക. ബിക്ക് കിട്ടുന്ന തുകയുടെ 5 മടങ്ങിനേക്കാൾ 10 കൂടുതലാണെങ്കിൽ എക്ക് കിട്ടുന്നത് എത്ര? അപ്പോൾ ഈ എക്ക് കിട്ടുന്നതിൻ്റെ 4 മടങ്ങ് മൈനസ് ബിക്ക് കിട്ടുന്നതിൻ്റെ 5 മടങ്ങ്, ഇതെന്ന് പറയുന്നതാണ് 10 രൂപ. നമുക്കിനി ഓപ്ഷൻസിൽ നിന്ന് പോകാം. ഓപ്ഷൻസിൽ 70, 54, 84, 48 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എക്ക് കിട്ടുന്ന 70 ആണെങ്കിൽ 4 × 70. ഇവിടെ ഫസ്റ്റ് ഇക്വേഷനിൽ ഈ ഇക്വേഷനിലൊന്ന് ഇട്ട് നോക്കി, ഇതായിരിക്കും എളുപ്പം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈക്വൽ ടു 5b + 10 എന്ന് വരും. അപ്പോൾ 280 എന്ന് പറയുന്നത് 5b + 10, അതായത് 270 5b. അപ്പോൾ ബി എന്ന് പറയുന്നത് 270/5, അതായത് 5 54. അപ്പോൾ ഇത് എക്ക് 70ഉം പിക്ക് എക്ക് നമ്മൾ ഓപ്ഷനിൽ നിന്ന് 70 ഇട്ടത്. 70ഉം 54ഉം കൂടെ കൂട്ടിയാൽ 70ഉം 54ഉം കൂടെ കൂട്ടിയാൽ 124. അപ്പോൾ എക്ക് 70 എന്നുള്ളത് തന്നെ ശരി. ഫസ്റ്റ് ഓപ്ഷനിൽ നിന്നിട്ട് കിട്ടിയപ്പോൾ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇനി വേണമെങ്കിൽ വെറുതെ നമുക്കൊന്ന് ബിയുടെയും കൂടെ നോക്കാം. ബിക്ക് 54, അതിൻ്റെ ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പെട്ടെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ 54 × 4 ആണെങ്കിൽ 4 × 54 ഈക്വൽ ടു 5b + 10. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് 5ൻ്റെ ഒരു ദശാംശ സംഖ്യ ഇവിടെ വരും. 4 4s are 16. 216 എന്ന് പറയുന്നത് 5b + 10. അപ്പോൾ തന്നെ നമുക്കിവിടെ മനസ്സിലാവും ഒരു ദശാംശ സംഖ്യ 5b എന്ന് പറയുന്നത് 206. ഇവിടെ ബി ഒരു ദശാംശ സംഖ്യയൊക്കെ ആയിട്ട് വരും. അത് കൂട്ടി എന്തായാലും 124 വരില്ല എന്ന് മനസ്സിലാവും. ഇനി അതുപോലെ തന്നെയാണ് മറ്റു ഓപ്ഷനിലെ 84 ആണെന്നുണ്ടെങ്കിലും 4 × 84 എന്ന് പറയുന്നത് 5b + 10. അപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടില്ല എന്ന് മനസ്സിലാകും. 336 എന്ന് പറയുന്നത് 5b + 10, 5b എന്ന് പറയുന്നത് 326. വീണ്ടും ഇതൊരു 5ൽ പോകുന്നതല്ല, ഒരു ദശാംശ സ്ഥാനവും ഒക്കെ കൂടെ വന്നിട്ട് ദശാംശ സ്ഥാനവും അതുപോലെ ഒരു 0.5ഉം വരുന്നില്ല. അതും കൂടെ ശ്രദ്ധിക്കുക. ദശാംശ സ്ഥാനം വന്നതുകൊണ്ട് മാത്രമേ ഇതല്ലെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു 0.5, മറ്റിടത്തും ഒരു 0.5 എക്കും ബിക്കും വാല്യൂ കിട്ടിയാലും വരാം. അപ്പോൾ അതും വരില്ല എന്നുള്ളത് ഈ സംഖ്യ കാണുമ്പോൾ മനസ്സിലാകും. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ നമ്മൾ തുടർന്ന് നോക്കേണ്ട ഓപ്ഷൻ എ 70 എന്നുള്ള ഉത്തരമാണ് ശരി. ഓപ്ഷൻ എ 70. മറ്റു രീതിയിൽ എക്സിൻ്റെ പോകാതെ ഓപ്ഷനിൽ നിന്ന് പോകുമ്പോൾ ചില ഉത്തരങ്ങൾ നമുക്ക് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ചോദ്യം, മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ 20 മീറ്റർ കിഴക്കോട്ടും അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. അപ്പോൾ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരാൾ നിൽക്കുന്നു. അവിടെ നിന്നും 20 മീറ്റർ കിഴക്കോട്ട്. ഡയറക്ഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. കിഴക്ക്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്, ഈ ഡയറക്ഷൻസ് ഉറപ്പ്. 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിക്കുന്നു. അവിടെ നിന്ന് 20 മീറ്റർ തെക്കോട്ടും സഞ്ചരിക്കുന്നു. ഇവിടെ നിന്ന് വീണ്ടും 20 മീറ്റർ തെക്കെന്ന് പറയുന്ന സൗത്താണ്. 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നിട്ട് തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് ഇവിടെ നിന്നും തിരിഞ്ഞ് 35 മീറ്റർ പടിഞ്ഞാറ്. അപ്പോൾ ഇവിടെ ഇത്രയും ഭാഗം ഇവിടെ 20 മീറ്റർ എത്തി. ഇത് കഴിഞ്ഞ് പിന്നെയും 15, അപ്പോഴാണ് 35 ആകുന്നത്. പടിഞ്ഞാറോട്ട് 35 മീറ്റർ സഞ്ചരിച്ചു. പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് 10 മീറ്റർ വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തുന്നു.
ഇനി ഇവിടെ നിന്ന് 10 മീറ്റർ വടക്കോട്ടെന്ന് പറയുമ്പോൾ മുകളിലോട്ട് ഇവിടെ നിന്ന് 10 മീറ്റർ വടക്കോട്ട്. ഇത് ഞാൻ ഈ 35 എന്നുള്ളതിനെ സ്പ്ലിറ്റ് ചെയ്ത് 20, 15 എന്ന് എഴുതിയാണ്. ഇത് 35 വടക്കോട്ടും സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തും. 5 മീറ്റർ വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. 5 മീറ്റർ വിശ്രമിച്ചതിന് ശേഷം 15 മീറ്റർ കിഴക്ക്. 15 എന്ന് പറയുമ്പോൾ ഇത്ര ഇവിടം വരെ 15 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? ഇപ്പോൾ തുടങ്ങിയത് ഇവിടെ ഈ മരച്ചോട്ടിൽ നിന്നാണ്. ഇവിടെ നിന്നും ഇത്ര. ഇതെന്ന് പറയുന്നത് 10. ഈ 10 തന്നെ ആയിരിക്കും ഇവിടുത്തെ ഈ 10. അപ്പോൾ ഇത് തന്നെയാണ് ഇതിന് പാരലലായിട്ടാണ്. അപ്പോൾ ഇവിടെയും ഇത് 10 മീറ്റർ. ഉത്തരം 10 മീറ്റർ അകലെയാണ്. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം 1/2, 1/4, 1/16 ഡാഷ് 1/65536. അപ്പോൾ ഇത് ആദ്യത്തെ സംഖ്യകൾ കാണുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. 1/2, 1/4, 1/16 ഡാഷ് 1/65536. അപ്പോൾ ഇവിടെ ആദ്യത്തെ സംഖ്യകൾ കാണുമ്പോൾ മനസ്സിലാവും. 1/2 അത് കഴിഞ്ഞാൽ 1/2 2ൻ്റെ സ്ക്വയർ. ഇനി ഇതിൻ്റെ സ്ക്വയറിന് ഈ 1/4ൻ്റെ സ്ക്വയറാണ് ഇവിടെ പോയിരിക്കുന്നത്. 1/4 സ്ക്വയർ അല്ലെങ്കിൽ ഈ ഓരോ ടേമിൻ്റെ സ്ക്വയർ 1/16. അപ്പോൾ ഇനി അടുത്തത് 1/2 സ്ക്വയർ ആയ 1/4 ആണ് ഇവിടെ 1/4ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇനി ഇത് 1/16. അപ്പോൾ ഇനി ഇവിടെ വരേണ്ടത് 1/16 സ്ക്വയർ, അതായത് 1/256. ഇനി നമുക്കൊരു സംശയം വരാൻ തോന്നുന്നത് അടുത്തത് കറക്റ്റ് തന്നെയാണോ? 256ൻ്റെ സ്ക്വയർ അത് തന്നെയാണോ 65536? നമുക്ക് ഓപ്ഷനിൽ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഓപ്ഷൻ നോക്കുമ്പോൾ 64 വരില്ല. എന്തായാലും 256ൻ്റെ സ്ക്വയർ. അപ്പോൾ 32ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 40യുടെ സ്ക്വയർ തന്നെ 1600 ആണ്. അത് ഇത്രയും വലിയ സംഖ്യ വരില്ല. ഇനി 128ൻ്റെ സ്ക്വയറും 256ൻ്റെ സ്ക്വയറും നോക്കിയാൽ 128ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പം തന്നെ നമുക്ക് മനസ്സിലാവും 130യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ തന്നെ 169,000 വരുള്ളൂ. അപ്പോൾ അതിലും കുറഞ്ഞ ഒരു സംഖ്യ ആയിരിക്കും 128 സ്ക്വയർ. അപ്പോൾ അതും ആകില്ല. 256 സ്ക്വയർ തന്നെയാണ് വരുന്നത്. ഈ 256 സ്ക്വയറിൻ്റെ തന്നെ കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയും കൂടെ 250 + 6 ദ ഹോൾ സ്ക്വയർ a + b ദ ഹോൾ സ്ക്വയർ. അപ്പോൾ 250 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25ൻ്റെ 625 00 പ്ലസ് 2ab, അതായത് 2 × 250 × 2 × 250 × 6. ഇത് ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് സമയം പോകുന്നത്. അല്ലെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 62,500ഉം 2ab എന്ന് പറഞ്ഞാൽ 2 × 250 500 × 6 3000 + 36 65536. അപ്പോൾ ഇത് ചെക്ക് ചെയ്യാണ്ട് നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ 1/256 ഉത്തരം കിട്ടും. ജസ്റ്റ് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ സമയമുണ്ടെങ്കിൽ അങ്ങനെയും കൂടെ നോക്കാം. അതുകൊണ്ട് ഇത് പറഞ്ഞതാണ്. അപ്പോൾ ഉത്തരം 1/256 ആണ്. അടുത്ത ചോദ്യം. രാജു 10,000 രൂപ മുടക്കി ഒരു സ്കൂട്ടർ വാങ്ങി 1000 രൂപ മുടക്കി പുതുക്കി പണിയുകയും 2,500 രൂപ ചിലവാക്കി പെയിൻറ് ചെയ്യുകയും ചെയ്തു. അയാൾക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ എത്ര തുകയ്ക്ക് വിൽക്കണം? രാജു 10,000 രൂപ മുടക്കി വാങ്ങി, പിന്നെ അതിൽ വീണ്ടും ഒരു 1000 രൂപയും 2,500 കൂടി ചിലവാക്കി. അപ്പോൾ ആകെ 13,500 രൂപ ചിലവാക്കി. ഇനി 20% ലാഭം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 120%. അപ്പോൾ 135 × 120. അതിൻ്റെ ഉത്തരം 135 × 120 എന്ന് പറയുമ്പോൾ 135 × 100 + 20. ഈ രീതിയിൽ ചെയ്താൽ നമുക്കിതിനെ വേഗം, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വേഗത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതായി. ഇനി ഇതിൻ്റെ 135 × 20 എന്ന് പറയുമ്പോൾ 135ൻ്റെ ഇരട്ടിയായ 270 ഒരു 0 കൂടെ
7 5 12, 16,200. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, ഒരു ഓട്ടക്കാരൻ്റെ വേഗത 15 സെക്കൻഡിൽ 150 മീറ്റർ ആണ് എങ്കിൽ അയാളുടെ വേഗത മണിക്കൂറിൽ എത്ര കിലോമീറ്റർ ആണ്? അപ്പോൾ 15 സെക്കൻഡിലാണ് എത്ര? 150 മീറ്റർ ഓടുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്രയായിരിക്കും? 150/15, അതായത് 10 മീറ്റർ ആയിരിക്കും ഒരു സെക്കൻഡിൽ ഓടുന്നത്. അപ്പോൾ ഒരു മണിക്കൂറെന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ 10 × 3600 മീറ്റർ ഓടും. അതായത് 36,000 മീറ്റർ. 36,000 മീറ്റർ എന്ന് പറഞ്ഞാൽ 36 കിലോമീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്ററാണ്. അതുകൊണ്ടാണ് 1000 കൊണ്ട് ഭാഗിക്കുന്നത്. അപ്പോൾ ഉത്തരം 36 കിലോമീറ്റർ. ഓപ്ഷൻ ഡി 36. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിക്കും? അപ്പോൾ ഒരു ചതുരം, അപ്പം അത് എക്സും വൈയും ആണെന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ പരപ്പളവെന്ന് പറയുന്നത് എക്സ് × വൈ ആയിരിക്കും. ഇനി ഇത് 20%. അപ്പോൾ എക്സ് എന്നുള്ളത് എക്സ് പ്ലസ് 20/100 എക്സ് ഇത്രയും കൂടുന്നു. അതായത് 120/100 എക്സ് ആയി ഇവിടെ പുതിയതായിട്ടുള്ള അളവ്. ഇനി അതുപോലെ തന്നെ വൈ എന്നുള്ളതും 120/100 വൈ. അപ്പോൾ അതിൻ്റെ പരപ്പളവെന്ന് പറയുമ്പോൾ പുതിയതായിട്ടുള്ള 120x/100 × 120y/100. അപ്പോൾ 144 00/xy. അപ്പോൾ ഇത് 144 കൂടിയത്. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നതിൽ നിന്നും 44%. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന എക്സ് വൈയിൽ നിന്നും ഇപ്പോൾ 144/100xy, അതായത് 144 അതിൽ കൂടിയത് ഇത്രയുമാണ്. 144xy മൈനസ് 100xy/100 എന്ന് വരുന്നു. അതായത് 44/100. അതാണ് പെർസെൻറ്റേജ് എക്സ് വൈ. അപ്പോൾ 44 ഇപ്പോൾ കൂട്ടി, 44% കൂടുതലായിട്ടുണ്ട്. അടുത്ത ചോദ്യം, ഷാജി, ഷാൻ ഇവർ കയ്യിലുള്ള തുക 4:5 എന്ന അംശബന്ധത്തിൽ വീതിച്ചു. എന്നാൽ ഈ തുക 4:3 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. എങ്കിൽ ഇവരുടെ കയ്യിലുള്ള തുക എത്ര? അപ്പോൾ ഇവർ ഇപ്പോൾ 4:5 എന്ന റേഷ്യോയിലാണ് ഭാഗിച്ചിരിക്കുന്നത്. ഇവരിപ്പോൾ 4:5 റേഷ്യോയിലാണ് ഭാഗിച്ചിട്ടുള്ളത്. എന്നാൽ ഇവരിത് 4:3 ഭാഗിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗിച്ചാൽ ഷാനിന് 640 രൂപ കുറവാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ഷാനിന് 5/9 ഓഫ് ടോട്ടൽ എമൗണ്ട്, ആകെയുള്ള തുകയുടെ 5/9. ഇനി ഇത് 4:3 ആണെങ്കിൽ, അതായത് അപ്പോൾ
3/7 ഓഫ് ടോട്ടൽ എമൗണ്ട് ഷാന് കിട്ടുള്ളൂ. അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 640 രൂപയാണ്. മനസ്സിലായല്ലോ അല്ലേ? ഇപ്പോൾ 4:5 എന്ന് പറയുമ്പോൾ ആകെ 9 ഭാഗിച്ചിട്ട് അതിൻ്റെ 5 ഭാഗം. അപ്പോൾ ആകെ എമൗണ്ടിൻ്റെ 5/9 ആണ് ഇപ്പോൾ ഷാനിന് കിട്ടിയിരിക്കുന്നത്. ഇനി 4:3 ആയിരുന്നെങ്കിൽ അപ്പോൾ ആകെ ഉള്ളതിൻ്റെ 7 ഭാഗിച്ച് അതിൻ്റെ 3 ഭാഗം. അപ്പോൾ 3/7 ഓഫ് എക്സ് ആണ്. ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നതാണ് 640. അപ്പോൾ ഇനി 9ഉം 7ഉം ആകുമ്പോൾ LCM കോമൺ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ LCM 63 35x മൈനസ് 27x. ഇത് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണെങ്കിലും എഴുതുന്നു. ചിലർക്ക് എഴുതി തന്നെ ചെയ്യുന്നതായിരിക്കുമല്ലോ സൗകര്യം. അതുകൊണ്ട് 8x/63 ആണ് 640. അപ്പോൾ x എന്ന് പറയുന്നത് 640 × 63/8. അപ്പോൾ ഇവിടെ 80 × 63. $5040. ആകെ തുക 5040. ഉത്തരം 5040. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് സമയം ഈ ചതുരത്തിൻ്റെതാണെങ്കിലും നീളവും വീതിയും 100xy അത്രയും ചെയ്ത് നോക്കണം എന്നില്ല. സമചതുരമാണെങ്കിൽ പോലും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ രണ്ടും 100 ആണെങ്കിൽ 120 മറ്റേ ഭാഗവും 120 ആയാൽ ടോട്ടൽ എടുക്കുമ്പോൾ 120 × 120 144,000. അപ്പോഴും 44% തന്നെയാണ്. ആ ഷോർട്ട് കട്ട് മൈൻഡിൽ ആലോചിച്ച് അങ്ങനെ ചെയ്താലും മതി. അത് മാത്രമേ എനിക്ക് തോന്നുന്നു ഇച്ചിരി സമയം എടുത്തെന്ന് തോന്നുന്നു. ബാക്കിയെല്ലാം വേഗം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്